ഹായ് സുഹൃത്തുക്കളെ, നല്ല ഒന്നാം തരം ഒരു ആന. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആനയുടെ അടുത്ത് നിൽക്കുന്ന, ഫോട്ടോ എടുക്കുന്ന, വീഡിയോ എടുക്കുന്നതല്ല. ഇത് ഞാൻ പറയുന്നത് ഈ ആനയുടെ കാര്യമല്ല കേട്ടോ. ഞാൻ എൻ്റെ അനുജത്തിയുടെ മോനെ കൊണ്ട് ഹോമിയോ, അവന് ചിക്കൻ ബോക്സ് ആയിരുന്നു. അപ്പോൾ ഹോമിയോ മരുന്ന് നല്ലതാണെന്ന് അറിഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റൽ കണ്ടത് നെടുമങ്ങാടാണ്, തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് ആണത്. അവിടെ വന്നപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവറോട് ചോദിച്ചാൽ പറയും, ഇങ്ങനൊരു ഹോസ്പിറ്റലുണ്ട്, സൂപ്പറാണ്, കൊള്ളാം. അത് വിശ്വ ഹോമിയോ ഹോസ്പിറ്റൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോമിയോ ക്ലിനിക്ക്. ഇത് നെടുമങ്ങാട്, തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് എന്നുള്ള മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി, അവിടെ നെട്ട, അതായത് നെടുമങ്ങാട് ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 700 മീറ്റർ, 3/4 കിലോമീറ്ററേ ഉള്ളൂ ഈ ഹോസ്പിറ്റൽ വരാൻ. അത് നല്ലൊരു ആംബിയൻസ്, നല്ലൊരു വൃത്തിയുമെടുപ്പ്, ചെറിയൊരു ഹോസ്പിറ്റലാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ഞാൻ പല ഹോസ്പിറ്റലിലും പോയിട്ടുണ്ട്. കാണുമ്പോൾ ആ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ രജിസ്ട്രേഷൻ ഫീസ് തന്നെ 500, 1000 ഫസ്റ്റ് ചോദിക്കുന്നത്. ഇവിടെ വെറും 100 രൂപയുള്ളൂ ഈ ഹോസ്പിറ്റൽ, 100 രൂപയുള്ളൂ. അപ്പോൾ ഇത് ഫോറസ്റ്റ് വിശ്വ ഹോമിയോ ഹോസ്പിറ്റൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോമിയോ ക്ലിനിക്. ഇത് വെളിയിറങ്ങുമ്പോൾ ഈ വരുന്ന വഴി നെടുമങ്ങാട് പടകുറ്റിയിൽ നിന്ന് കയറി വരുന്ന വഴിയാണ്. നെട്ടയാണ് ഈ സ്ഥലത്തിന് പേര്, നെട്ടയാണ് വരുന്നത്. ഈ നേരെ കാണുന്ന ഈ വഴി നെടുമങ്ങാട് വാളിക്കോട് നിന്ന് കട്ട് ചെയ്ത് കയറി വരുന്ന വഴിയാണ് ഈ വഴി. അപ്പോൾ ഇത് കണ്ടപ്പം ആംബുലൻസ് സർവീസുണ്ട്, ഹെൽത്ത് സർവീസുണ്ട്. ഇത് എനിക്ക് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. ഇങ്ങനൊരു വീഡിയോ ചെയ്താൽ നല്ലതാണ് എനിക്ക് തോന്നിയത്. കാര്യം ഒരു ദിവസം 50 പേർക്ക്, പാവപ്പെട്ട 50 പേർക്ക് ഫ്രീ, രജിസ്ട്രേഷൻ ഫീസിലോ ഒന്നുമില്ല, ഫ്രീ ആയിട്ട് ഇവിടെ ചികിത്സ നൽകുന്നുണ്ട്. ക്യാൻസർ പേഷ്യൻറ്റിന് ഇവിടെ ഫ്രീ ചികിത്സ നൽകുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യണം. പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു ചെറിയ ഹോസ്പിറ്റലാണ്, കാണുന്നുണ്ടല്ലോ, ചെറിയൊരു ഹോസ്പിറ്റൽ. ഇനി നമുക്ക് ഡോക്ടറായിട്ടൊന്ന് സംസാരിക്കാം. ഓക്കെ, വരൂ, നമുക്ക് അകത്തോട്ട് കയറി ഈ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഭംഗി, ആ ഒരു രീതി എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കാം. തുടക്കത്തിലെ അല്ലാഹുണ്ട്, ഗണപതിയുണ്ട്, ഈശോയുണ്ട്. നമുക്കൊന്ന് അകത്തോട്ട് കയറി നോക്കാം. നല്ലൊരു ഭംഗിയുള്ള ഒരു ഹോസ്പിറ്റൽ, അത് ചെറിയൊരു ഹോസ്പിറ്റലാണ്. AC ആണ്. ഇത് ഫാർമസി. ഇവിടെ ഞാൻ ആദ്യം കരുതി ഒരു ഡോക്ടറെ കാണുമെന്ന്, പക്ഷേ ഇവിടെ 1, 2, 3, 4, 5 ഡോക്ടർമാരുണ്ട്, ലേഡീസ്. മെയിൻ ഡോക്ടർ വിമൽ കുമാർ എന്ന സാറാണ്. അപ്പോൾ നമുക്ക് 2 രോഗികൾ, പേഷ്യൻസ് ഉണ്ട്. ഞാൻ അറിയാലോ എല്ലാവർക്കും, ഞാൻ ഒരു തമാശ മെത്തേഡിലേ ചെയ്യുള്ളൂ. അപ്പം അവരോട് ചോദിച്ചു നോക്കാം, എങ്ങനെയാണ് ഡോക്ടറെ പറ്റി ചോദിക്കുക, ഈ ഹോസ്പിറ്റലിനെ പറ്റി. ഹായ്, എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഉള്ള ഒരു രീതി, അതായത് അസുഖത്തെ പറ്റി ഡോക്ടറുടെയും സ്റ്റാഫുകളുടെയൊക്കെ ഒരു സ്വഭാവ രീതി, ഇവിടുത്തെ മെയിനായിട്ട് ആ രീതിയും വേണം. സംതിങ് പൈസ എത്ര ആവുന്നു, കൂടുതലാണ് മറ്റുള്ള ഹോസ്പിറ്റലിനേക്കാളും, എങ്ങനെയാണ് ഒന്ന് പറഞ്ഞു. ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് 1-2 വർഷം വരെ ഒരുപാട് വർഷത്തെ പരിചയമായ ഡോക്ടറായിട്ട്. അതായത് ആദ്യം ഡോക്ടറിൻ്റെ വീട്ടിൽ മുക്കോല ക്ലിനിക്ക് ഉണ്ടായിരുന്നപ്പോഴേ നമ്മൾ അവിടെ നിന്ന് മുതലാണ് ഇങ്ങോട്ട് വന്ന് തുടങ്ങിയത്. ഡോക്ടർ വെച്ചാൽ ഭയങ്കര നല്ല
എന്ത് പറയാൻ, ഡോക്ടറെ കുറിച്ച് പറയാൻ വേറെ ഒന്നുമില്ല. കാരണം നമുക്ക് ഭയങ്കര എഫക്റ്റീവാണ്. നമുക്ക് അല്ല, വേറെ ഞാനും കണ്ടു, ഞാനും ഈ മാഡത്തിനെയും പരിചയപ്പെട്ടു, ഡോക്ടറും പരിചയപ്പെട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. പറഞ്ഞു. അതായത് എല്ലാവർക്കും നമുക്ക് നല്ല അഫോർഡബിൾ ആണ് ഇവിടുത്തെ റേറ്റ് ആയാലും. ഇപ്പൊ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് എല്ലാ ക്ലിനിക്കിൽ പോയാലും എന്താണ് ഒരുപാട് ക്യാഷ് രജിസ്ട്രേഷൻ ഫീസ് മിനിമം ഒരു 500 രൂപ ചോദിക്കും, കുറഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെ വലിയ ഫീസ് ഒന്നുമില്ല എല്ലാവർക്കും. അതായത് എല്ലാവർക്കും അഫോർഡബിൾ ആണ്. അതുകൊണ്ട് എല്ലാവർക്കും അത് മാത്രം നല്ല എഫക്റ്റീവ് ആണ്. നമുക്ക് പക്ഷെ നമ്മുടെ അനുഭവത്തിൽ നമ്മൾ പറയുന്നത്, അല്ലാതെ ഇവിടെ എന്താ പ്രൊമോഷൻ ഒന്നും അല്ല, നമ്മുടെ അനുഭവം. അതെ, ഞാനും പ്രൊമോഷൻ അല്ല, എനിക്ക് ഹോസ്പിറ്റൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവരൊന്നും ഒരു വാങ്ങിച്ചിട്ട് ചെയ്യുന്നതല്ല കേട്ടോ. എനിക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്നതാണ്. പറഞ്ഞു. അതായത് നമ്മുടെ ഫാമിലിയിൽ തന്നെ എല്ലാവരായാലും, അതായത് എത്ര ഏജ് ഗ്രൂപ്പ്, ചെറിയ ഏജ് ഗ്രൂപ്പ് മുതൽ വലിയ ഏജ് ഗ്രൂപ്പ് ആയാലും ഇവിടെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഡോക്ടറിനെ കുറിച്ചൊന്നും പറയാനില്ല, കാരണം അത്രയും നല്ലതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ഡോക്ടർ സീമ കെ കബീർ മാഡത്തിനോട് ചോദിക്കാം. മാഡം, എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ. കാര്യം ഞാൻ സാധാരണക്കാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസ് കണ്ടപ്പോഴേ ഞാൻ ഞെട്ടി. ഞാൻ ഒരു 350 രൂപയും കുറഞ്ഞാവുമെന്ന് വിചാരിച്ചു. രജിസ്ട്രേഷൻ ഫീസ് അതെ ലൈഫ് ലോൺ അല്ല, അത് എഡിറ്റ് ചെയ്യുന്നേ. അപ്പം 100 രൂപ എന്ന് പറയാൻ നീ ജീവിതകാലം വരെ ആ 100 രൂപയുള്ളൂ. ഓക്കെ, പക്ഷെ ഞാൻ പല ഹോസ്പിറ്റലിലും പോയിട്ടുള്ള ടൈമിൽ ഒരാഴ്ച ആകുമ്പോൾ വീണ്ടും അത് 100 അല്ല 500 1000 ഒക്കെയാണ് അവർ രജിസ്ട്രേഷൻ ഫീസ് വാങ്ങുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു, ഇവിടെ ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞു. ഫ്രീ ഉണ്ട്. നമ്മൾ ക്യാൻസർ പേഷ്യൻസിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 70 വയസ്സിന് മുകളിലുള്ള ആളുകൾ, അതായത് തീരെ ബുദ്ധിമുട്ടുള്ളവരുണ്ടല്ലോ, ആരും നോക്കാനൊന്നും ഇല്ലാത്ത അമ്മൂമ്മമാർക്കും അപ്പൂപ്പന്മാർക്കും, അവർക്കൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് മെഡിസിൻ.